നമസ്കാരം. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണം കൊണ്ട് കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തെ 5,50,000 കോടിയുടെ കടബാധ്യതയിലേക്ക് തള്ളിവിട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുൻപായിക്കൊണ്ട് കേരളത്തിലെ എല്ലാ സ്ത്രീകളുടെയും അക്കൗണ്ടിലേക്ക് 1000 രൂപ സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി ഒരു ചെറിയ കൈത്താങ്ങ് എന്ന നിലയിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വസ്തുതയാണ് പുറത്തു വരുന്നത്. ഇതിനെതിരെ സുപ്രീം കോടതി അതിശക്തമായ ഭാഷയിൽ അതിനിശിതമായ രീതിയിൽ പിണറായി വിജയനെയും സംസ്ഥാന സർക്കാരിന്റെ ഭരണ നയ വൈകല്യങ്ങളെയും എടുത്തുടുത്തിരിക്കുന്നു, കീറി വലിച്ചെറിഞ്ഞിരിക്കുന്നു എന്നാണ് പുതിയ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്താണ് ഇത്തരത്തിൽ ചില വിമർശനങ്ങൾ നടത്തിയിരിക്കുന്നത്. അതായത് പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഓരോരോ പദ്ധതികൾ വാരിക്കോരി അവർ നടപ്പാക്കുന്നു അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്നു. അതിൻ്റെ ഫലമായി വോട്ടർമാരുടെ അക്കൗണ്ടുകളിലേക്ക് ധനസഹായങ്ങൾ എത്തിക്കുന്നു. ഇത് എന്ത് തരത്തിലുള്ള സന്ദേശമാണ്, എന്ത് തരത്തിലുള്ള സംസ്കാരമാണ് നൽകുന്നത് എന്നാണ് ചീഫ് ജസ്റ്റിസ് എടുത്തു ചോദിച്ചത്. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ പിടിച്ചുലയ്ക്കുന്ന, സാംസ്കാരിക മേധാവിത്വത്തെ പിടിച്ചുലയ്ക്കുന്ന ഇത്തരം ഈ നയപരിപാടികൾ രാജ്യത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? നിങ്ങൾ എന്ത് തരത്തിലുള്ള സന്ദേശമാണ് നൽകുന്നത് എന്നാണ് ചീഫ് ജസ്റ്റിസ് എടുത്ത് ചോദിച്ചത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയന്റേതായി ഒരു ഫേസ്ബുക്ക് കുറിപ്പുണ്ടായിരുന്നു. അദ്ദേഹം കേരളത്തിലെ സ്ത്രീകൾക്കായി എഴുതിയ ഒരു കുറിപ്പാണ് ഇത്. അതായത് ആ കുറിപ്പിന്റെ ഉള്ളടക്കം ഏതാണ്ട് ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട സഹോദരിമാരെ, ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി ഒരു കൈത്താങ്ങ് എന്ന നിലയിൽ 1000 രൂപ ഇപ്പോൾ അയക്കുന്നു. ഇത് നിങ്ങളുടെ ചികിത്സയ്ക്കും മറ്റു ക്ഷേമകാര്യങ്ങൾക്കുമായുള്ള ഒരു ചെറിയ കൈത്താങ്ങാണ്. ഇത് വരുന്ന ആളുകളിൽ തുടർന്നു പോകണം എന്നുള്ളതാണ് സർക്കാരിന്റെ താല്പര്യം. സ്വന്തം കാലിൽ നിലനിൽക്കുന്നതിന് വേണ്ടി സർക്കാരിനെ കൊണ്ടാകുന്ന ഒരു ചെറിയ സഹായം. സ്ത്രീപക്ഷ സർക്കാരെ എന്ന നിലയിൽ സ്ത്രീപക്ഷത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സർക്കാരിന്റെ ക്ഷേമ പരിപാടിയുടെ ഒരു കൈത്താങ്ങ് എന്ന നിലയിലൊക്കെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ സഹോദരികൾക്കായി ഇത്തരത്തിലൊരു കത്ത് എഴുതിയിരിക്കുന്നത്. ഈ കത്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ തമിഴ്നാട് അടക്കം തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് പണം എത്തിക്കുന്നതിനെ അതിനിശിതമായി തന്നെയാണ് സുപ്രീം കോടതി വിമർശിച്ചിരിക്കുന്നത്. രാജ്യത്തെ സാമ്പത്തിക സുരക്ഷയെയും ഭദ്രതയെയും ഇത് കാര്യമായി ബാധിക്കും എന്ന് തന്നെയാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് 10 വർഷക്കാലം ഭരിച്ചിട്ടും ഇതുവരെയും സഹോദരിമാർക്ക് ഇങ്ങനെയൊരു കത്തെഴുതുവാനോ സഹോദരിമാരുടെ അക്കൗണ്ടുകളിലേക്ക് പണം എത്തിക്കാനോ സാധിക്കാതെ പോയത് എന്നുള്ളത് വലിയ ചോദ്യം തന്നെയാണ്. അപ്പോൾ സുപ്രീം കോടതി നിരീക്ഷിച്ചതുപോലെ ക്ഷേമ പദ്ധതികളാകാം, എന്നാൽ ഈ ക്ഷേമ പദ്ധതികൾ സംസ്ഥാനത്തിലുള്ള ആളുകളുടെ എല്ലാവരുടെയും സാമ്പത്തികമായ ഉച്ചനീചത്വങ്ങൾ പരിശോധിക്കാതെ പരിഗണിക്കാതെ എല്ലാവർക്കും, അതായത് സാമ്പത്തിക സുരക്ഷയുള്ളവർക്കും ഇല്ലാത്തവർക്കുമെല്ലാം ഒരുപോലെ തന്നെ ക്ഷേമ പദ്ധതി എന്ന രീതിയിൽ അവരവരുടെ അക്കൗണ്ടുകളിലേക്ക്, പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് പണം എത്തിക്കുന്നത് രാജ്യത്തെ സാമ്പത്തിക സുരക്ഷയെ പിന്നോട്ടടിക്കുന്നത് തന്നെയാണ്, രാജ്യത്തെ സാമ്പത്തികമായി തകർക്കുന്ന ഒരു പദ്ധതി തന്നെയാണ്. മാത്രമല്ല, എന്ത് തരത്തിലുള്ള ഒരു സന്ദേശമാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇതിലൂടെ നൽകുന്നത്, എന്ത് തരത്തിലുള്ള സംസ്കാരമാണ് നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് എന്ന അർത്ഥത്തിൽ തന്നെയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് എടുത്തു ചോദിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അക്ഷരാർത്ഥത്തിൽ തകർത്തെറിയുന്ന രീതി തന്നെയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇപ്പോഴുള്ള സഹോദരിമാർക്ക് എഴുതിയ കത്തിന്റെ ഉള്ളടക്കത്തിലും. അതുപോലെ തന്നെ സഹോദരിമാരുടെ അക്കൗണ്ടിലേക്ക് ദയാവായ്പോടുകൂടി മുഖ്യമന്ത്രി 1000 രൂപ വെച്ച് ഇട്ടതും. എത്ര കോടി രൂപ കടം വാങ്ങിയാലാണ് പൂച്ചപെറ്റ് കിടക്കുന്ന ഖജനാവിൽ 5 പൈസ എടുക്കാൻ ഇല്ലാത്ത സാഹചര്യത്തിൽ എത്ര കോടി രൂപ കടം വാങ്ങിയാലാണ് കേരളത്തിലെ ഓരോ സ്ത്രീകളുടെയും അക്കൗണ്ടുകളിലേക്ക് 1000 രൂപ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെ എത്തിക്കാൻ സാധിക്കുക എന്നുള്ളത് ചോദ്യം തന്നെയാണ്. നിലവിൽ 10 വർഷത്തെ ഭരണം കൊണ്ട് 5,50,000 കോടി രൂപയുടെ ബാധ്യതയിലേക്ക് കേരളത്തിനെ കടക്കണിയിൽ കൊണ്ടു ചെന്നെത്തിച്ച മുഖ്യമന്ത്രി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ തനിക്ക് വോട്ട് നേടുന്നതിന് വേണ്ടി ഒരു വോട്ടിന് 1000 രൂപ എന്ന രീതിയിലാണ് ഇപ്പോൾ സഹോദരിമാരുടെ ഈ അക്കൗണ്ടുകളിലേക്ക് 1000 രൂപ വെച്ച് മുഖ്യമന്ത്രി
എടുത്ത് കൊടുത്തിരിക്കുന്നത് അത് മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നും മുഖ്യമന്ത്രിയുടെ തായ്ക്കണ്ടി തറവാടിൽ നിന്നുമല്ല കൊണ്ടുവന്നിരിക്കുന്നത്. കേരളത്തെ വീണ്ടും കടക്കെണിയിൽ ആഴ്ത്തിക്കൊണ്ട് എവിടെ നിന്നെല്ലാം കടം കൊണ്ടുകൊണ്ട് 5,50,000 കോടിക്ക് പുറമെ വീണ്ടും കടം കൊണ്ടുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുന്നായിക്കൊണ്ട് വോട്ട് നേടുന്നതിന് വേണ്ടി ഇത്തരം ചില പ്രഹസന നാടകങ്ങൾ കളിച്ചിരിക്കുന്നത് എന്നാണ് പ്രതിപക്ഷ കക്ഷികൾ അടക്കമുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഇതിനെതിരെ അതിനിശിതമായ വിമർശനങ്ങളും ആണ് ഉന്നയിച്ചിരിക്കുന്നത്. 10 വർഷത്തെ ഭരണം കൊണ്ട് സ്ത്രീ സുരക്ഷയെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അപ്പോഴൊന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ലേ എന്നാണ് പലരും ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നു നിന്നുകൊണ്ട് ചോദിക്കുന്നത്. പത്തനംതിട്ട സ്വദേശിയായ നവീൻ ബാബുവിന്റെ മരണത്തെക്കുറിച്ച് ആ മരണത്തിന് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ വരെ പോയപ്പോൾ സുപ്രീം കോടതിയിൽ വരെ ചെന്നുകൊണ്ട് CBI അന്വേഷണം ആവശ്യമില്ല എന്ന് സമർത്ഥിച്ച സർക്കാരാണ്, വാദിച്ച സർക്കാരാണിത്. സ്ത്രീപക്ഷ സർക്കാരാണ് എന്നുണ്ടെങ്കിൽ ഇടതുപക്ഷ ചിന്താഗതിക്കാരായ കുടുംബക്കാർ തന്നെയായിരുന്നു നവീൻ ബാബുവിൻ്റെത്. ആ നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം സുപ്രീം കോടതിയിൽ വരെ അപ്പീലുമായി പോയപ്പോൾ അതിനെ എതിർത്ത സർക്കാരാണ് ഇപ്പോൾ സ്ത്രീപക്ഷ സർക്കാരാണ് എന്ന് കൊട്ടിഘോഷിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പാലക്കാടും ആലപ്പുഴയിലുമെല്ലാം പിഞ്ചു കുട്ടികളെ സഖാക്കൾ കൊന്നു കെട്ടിത്തൂക്കിയപ്പോൾ അവിടെ സ്ത്രീപക്ഷ സർക്കാരിന്റെ മേന്മ പറച്ചിലൊന്നും കണ്ടില്ലല്ലോ. ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ എവിടെയായിരുന്നു എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ എമ്പാടും ഉയർന്നു വരുന്നത്. മാത്രമല്ല, ആശാ വർക്കർമാർ 1 വർഷത്തിലധികം സെക്രട്ടേറിയറ്റ് നടയിൽ 1 രൂപയ്ക്ക് വേണ്ടി അവർ പട്ടിണി സമരം, കണ്ണീർ സമരം തന്നെയാണ് മഴയത്തും വെയിലത്തും നയിച്ചത്. തങ്ങൾക്ക് കിട്ടുന്ന വേതനം ഇന്ത്യയിലെ ശരാശരി കൂലിയായ 700 രൂപയെങ്കിലും തങ്ങൾക്ക് കിട്ടണം. പോട്ടെ, 500 രൂപയെങ്കിലും വേണ്ട, 300 രൂപയെങ്കിലും ഒരു ദിവസം കിട്ടത്തക്ക രീതിയിൽ തങ്ങൾക്ക് വേതനം പുനർനിർണയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആശാ വർക്കർമാർ നടത്തിയ സമരത്തെ ചവിട്ടി അരച്ച് ഇല്ലായ്മ ചെയ്യുവാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിച്ചത്. സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുന്ന സമരക്കാരുടെ പന്തലിലേക്കോ ആ സമരത്തിന് സമാശ്വാസം പകരുന്ന രീതിയിൽ സെക്രട്ടേറിയറ്റിൽ നിന്നും കാറിൽ ഇറങ്ങുന്ന മുഖ്യമന്ത്രി അങ്ങോട്ടേക്ക് 2 ചുവട് വെച്ച് ചെല്ലുകയോ എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് അന്വേഷിക്കുകയോ ചെയ്തില്ല. മാത്രമല്ല, ആശാസമരം നടത്തുന്ന സ്ത്രീകൾ ജനങ്ങളെ, അതായത് വയോവൃദ്ധരായ സ്ത്രീകൾ വരെ അതിലുണ്ട്, അവരെ ചർച്ചയ്ക്ക് എന്ന് വിളിച്ച് ആ ചർച്ച എന്ന പ്രഹസനത്തിൽ അവരെ വീണ്ടും വീണ്ടും കളിയാക്കി പറഞ്ഞയക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പോഴൊന്നും കേരളത്തിലെ സഹോദരിമാരായ ഈ അമ്മമാരും സ്ത്രീകളും സെക്രട്ടേറിയറ്റ് നടയിൽ രാവും പകലും മഴയും വെയിലും കൊണ്ട് നരകിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് കത്തെഴുതിയ മുഖ്യമന്ത്രിയുടെ കാരുണ്യവും ദയാവായ്പും എവിടെയായിരുന്നു എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഇപ്പോൾ എല്ലാവരും മുഖ്യമന്ത്രിക്കെതിരെ പൊങ്കാലയിട്ടുകൊണ്ടിരിക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ ഉച്ചനീചത്വങ്ങളിൽ നോക്കാതെ, സാമ്പത്തികമായ ഉച്ചനീചത്വങ്ങൾ നോക്കാതെ എല്ലാ സ്ത്രീകളുടെയും അക്കൗണ്ടിലേക്ക് പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾക്ക് സ്ത്രീപക്ഷ സുരക്ഷ സർക്കാരിന്റെ കൈത്താങ് എന്ന് പറഞ്ഞുകൊണ്ട് 1000 രൂപ വെച്ച് കൊടുക്കുന്നത്, ഒരു വോട്ടിന് 1000 രൂപ വെച്ച് എന്ന രീതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനങ്ങളെ വിലക്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാക്കൾ അടക്കം ഇപ്പോൾ പറയുന്നത്. എന്തായാലും സുപ്രീം കോടതി ഈ വിഷയത്തിൽ കൃത്യമായി തന്നെ ഇടപെട്ടിരിക്കുന്നു. ഇനിയും ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പദ്ധതികൾ ഉണ്ടാവുകയാണെങ്കിൽ, പദ്ധതികൾ നടപ്പാക്കുകയാണെങ്കിൽ അത് അക്ഷരാർത്ഥത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വെട്ടിലാക്കുന്നത് തന്നെയായിരിക്കും. മാത്രമല്ല, ഇത് വലിയ ഒരു തന്ത്രം തന്നെയാണ്. കാരണം ഇപ്പോൾ സ്ത്രീപക്ഷ സുരക്ഷ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്ത്രീകളുടെ അക്കൗണ്ടുകളിലേക്ക് 1000 രൂപ വെച്ച് അയച്ചിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് ഇനി ഇത് അയക്കേണ്ടി വരില്ല. 1 മാസം കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വരും. അപ്പോൾ ഒരു കാരണവശാലും ഈ പണം അയക്കാൻ സാധിക്കില്ല. പിന്നെ 1 മാസം കൂടി കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയും, പുതിയ സർക്കാർ അധികാരത്തിൽ വരും, വീണ്ടും ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല. അതുകൊണ്ട് ഫലത്തിൽ ഇപ്പോൾ 1000 രൂപ കൊടുത്ത് വോട്ട് വാങ്ങി അധികാരത്തിൽ വരാം എന്നുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ തന്ത്രം കൂടിയാണ് ഇപ്പോൾ സുപ്രീം കോടതി പൊളിച്ചടുക്കിയിരിക്കുന്നത്. ഇനിയും ഇക്കാര്യത്തിൽ എന്തുണ്ടാകും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.